ഹലോ ഗൈസ്, അപ്പം ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. അപ്പം നമുക്ക് സുഭാഷ് പാർക്കിലോട്ട് പോയാലോ? അതാണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നടന്ന് പിന്നെ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പാർക്കിലോട്ട് പോവാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അപ്പുറത്തും ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട ഗേറ്റ് ഇതായതുകൊണ്ട് ഇതുവഴി തന്നെ കയറുവാണ്. പിന്നെയാണ് അറിഞ്ഞ അപ്പുറത്തും ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിന് അപ്പുറമാണോ ഇപ്പുറമാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അത് രണ്ട് വശവും ഇതിൻ്റെ എൻട്രി ആണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നാട്ട് ഇതുവഴിയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങനെ കയറി പോവാണ്. അപ്പം രണ്ട് സൈഡിലും നല്ല അതിവിശാലമായ ഗാർഡനാണ് കേട്ടോ. ഗാർഡനും പാർക്കും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതാണ്ട് ഈ അങ്ങോട്ടും നടക്കാം ഇങ്ങോട്ടും നടക്കാം. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് നേരെ പോവാണ്. അപ്പോൾ ദാണ്ട് ഇവിടെ ഒരു ഭാഗത്ത് കുറച്ച്, ഇവിടെ അല്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ വന്ന് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരിക്കാം അത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പം നാണ്ട് നന്ദു എന്നെ കണ്ടിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പം ലച്ചൂസും ഉണ്ട് കേട്ടോ. അവരും അവർ അച്ഛനൊക്കെ ആയിട്ട് അവിടെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നാണ്ട് ഇവിടുത്തെ ഒരു അമ്മയാണ് വർക്ക് ചെയ്യുന്ന അമ്മയായിരിക്കും ഇവിടെ. ആ അമ്മയും വേറൊരു കുട്ടിയെ കൊണ്ട് ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര തകർക്കലായിരുന്നു രണ്ടുപേരും. പിന്നെ നമുക്ക് ദാണ്ട് ഒരു സൈഡിൽ മൊത്തം ഗാർഡനും പാർക്ക് പോലെയും, മറ്റു ദാണ്ട് ഈ ഒരു സൈഡിൽ അല്ലാതെ നമ്മുടെ കായലിനോട് ചേർന്ന് ബോട്ട് ചെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരുപാട് ലവേഴ്സും കപ്പിൾസും എല്ലാവരും ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ വന്ന് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു വൈബാണ് കായലൊക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട്. അപ്പം ദാണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടോട്ടൊക്കെ വന്ന് മറൈൻ ഡ്രൈവിലോട്ടൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിലും ഭയങ്കര ഡയറക്റ്റ് വെയിലടിക്കുമല്ലോ. എന്നിട്ട് ഇവിടെ അങ്ങോട്ടൊക്കെ ആൾക്കാർ ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെ ഇത് വൈകുന്നേര സമയം ആയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് വെയിൽ പിന്നെ ആൾക്കാരൊക്കെ സമയത്ത് കുറച്ച് കുറവാണ്. പിന്നെ വന്നിട്ട് ഇതാണ്ട് ഈ കായൽ ഭയങ്കര ഓളമായിട്ട് കിടക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ വന്നു അത്ര അങ്ങ് അടുത്ത് നിൽക്കാൻ. അടുത്ത് നിന്നപ്പം അത്ര നല്ല ഓളമുണ്ട്. കടലിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം പോലെ തോന്നി. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങി പിന്നെ അങ്ങോട്ടൊക്കെ പോയി കുറച്ച് കടയിലൊക്കെ കറങ്ങി ഞങ്ങളിങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയി. പിന്നെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.